PSC പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ ഇപ്പോൾ PSCക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, വേറെ ഒന്നും നോക്കാതെ അതിൽ മാത്രം പഠിക്കുന്ന ആൾക്കാരും ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ 24 hours പഠിക്കുകയൊന്നുമല്ല. അതിൻ്റെ ഇടയിൽ കുറേ ഫ്രീ ടൈം ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജോലിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന പണം വെച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഒരാളും മോട്ടിവേറ്റ് ചെയ്യാൻ വരണ്ട എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ കുറച്ച് സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. നിങ്ങൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോലിക്ക് പോവേണ്ടത് നിങ്ങൾ സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കരുത്, നിങ്ങൾ ജീവിച്ചു പോവുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം. അഥവാ ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആഴ്ചയിൽ 7 ദിവസത്തിൽ നിങ്ങൾ 3 ദിവസം ജോലിക്ക് പോവുക, ബാക്കി 4 ദിവസം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. ചിലപ്പോൾ നിങ്ങൾ മണിക്കൂറുകൾ അങ്ങനെ ആക്കുക. അപ്പോൾ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ ജോലിക്ക് പോവുക, ബാക്കിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ജോലി PSC പഠനം ഒരെണ്ണം നമുക്ക് പ്രൈമറി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, PSC പഠനം പ്രൈമറി ആക്കുക, സെക്കൻഡറി ആയിട്ട് ജോലിയാക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നത് നമ്മളെ പഠനം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജോലിക്ക് പോവുക. പക്ഷേ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന പ്രത്യേകിച്ച് പല ആൺകുട്ടികളും അവർ ജോലിക്ക് പോകുന്നത് ഒരുപക്ഷെ അവരുടെ കാര്യം മാത്രമായിരിക്കില്ല, അവരുടെ കുടുംബം തന്നെ ജീവിക്കുന്നത് ഇവൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് ദൈവം കാണുന്നുണ്ട്. ഒരു നാള് ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ദൈവം തിരികെ തരും. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പൊക്കോ. ഞാൻ പറഞ്ഞ ചിലപ്പോൾ സ്ട്രാറ്റജി ഒന്നും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. നിങ്ങൾ ആ ഒരു ജോലിക്ക് പൊക്കോളൂ. പക്ഷേ 24 hours നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാവില്ലല്ലോ. ഒരു 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞാലും എന്നിരുന്നാലും നമുക്കൊരു 3-4 മണിക്കൂർ കിട്ടും. ഇങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് സമയത്താണോ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഞാനൊക്കെ ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിനം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ PSC ജോലി എന്ത് ചെയ്യും, വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ എക്സ്ക്യൂസ് പറയാൻ നിൽക്കുകയാണെങ്കിൽ ലൈഫിൽ ഉടനീളം നമ്മൾ എക്സ്ക്യൂസ് പറയാൻ നിൽക്കുന്ന ആളായിട്ട് മാറും. അതുകൊണ്ട് ഈ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ഓരോ സമയവും നിങ്ങൾ അവസരങ്ങളായിട്ട് എന്ത് ചെയ്യുക, കണ്ടെത്തുക.